ഹലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ അമ്മയടുത്ത് പറയുന്നുണ്ട് എനിക്ക് പായസം വേണമെന്ന്. അമ്മ പറഞ്ഞെങ്കിൽ ഇന്ന് പായസം വെക്കുക, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന്. നിങ്ങൾ ആദ്യം കണ്ട കട്ടൻ ചായ അല്ല കേട്ടോ, ഈ കാണുന്നത് കഞ്ഞിയും അല്ല, പായസത്തിന് വേണ്ടിയിട്ട് അരിയും ശർക്കരയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നാട്ടിൽ ഞങ്ങൾ പൊങ്കാല ഇടുന്ന ഇങ്ങനെയാണ് കേട്ടോ, അരിയും ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടാണ്. ഇപ്പം നമ്മളിവിടെ തേങ്ങാപ്പാലില്ലാത്തത് കൊണ്ട് കുപ്പിക്കകത്തിരുന്ന പാലാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞില്ല. ഇന്ന് എൻ്റെ വല്യമ്മയുടെ പിറന്നാളാണ് കേട്ടോ, അതായത് അമ്മയുടെ ചേച്ചിയുടെ പിറന്നാളാണ്. ഞാൻ കുഞ്ഞുനാളിൽ നിന്നതും പഠിച്ചതും വളർന്നതും ഒക്കെ വല്യമ്മയുടെ കൂടെയാണ് കേട്ടോ. വല്യമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നാട്ടിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു, കേക്കൊക്കെ മുറിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് നമുക്ക് വല്യമ്മയുടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചാലോ എന്ന് കരുതി. അങ്ങനെ ഇതേ പായസമൊക്കെ കഴിഞ്ഞ് അവസാനഘട്ട പരിപാടിയിലെത്തി. പായസമൊക്കെ റെഡിയായി കേട്ടോ. അതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയും റിച്ചൂട്ടിനോടാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത് കേട്ടോ. നല്ല പായസമായിരുന്നു, ഞാനും കഴിച്ചു. അപ്പം ലൈലേമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ലൈലേമ്മേ, അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.